യോഗയുടെ സംസ്ഥാനത്തിന്റെ ആസ്ഥാനമായി കണ്ണൂർ മാറുമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. യോഗ അക്കാദമി മട്ടന്നൂർ തില്ലങ്കേരിയിൽ ആരംഭിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ആരോഗ്യവും മനസ്സും ഒരുപോലെ സംരക്ഷിക്കാൻ യോഗയ്ക്ക് കഴിവുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂരിൽ ചേതന യോഗ അസോസിയേഷൻ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം ഇന്ന് നമുക്കുണ്ടായത് വ്യായാമത്തിന്റെ കുറവ് കൊണ്ടാണെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. ഇതിനൊരു മാറ്റം അനിവാര്യമാണ്. ശരീരവും മനസ്സും ഒരുപോലെ സംരക്ഷിക്കാൻ യോഗയ്ക്ക് കഴിയും. ആ പ്രവർത്തനത്തിനാണ് ചേതന യോഗ അസോസിയേഷൻ പോലുള്ള സംഘടനകൾ മുൻകൈ എടുത്തിട്ടുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. യോഗയുടെ ആസ്ഥാനമായി കണ്ണൂർ മാറും. യോഗ അക്കാദമി മട്ടന്നൂർ തില്ലങ്കേരിയിൽ ആരംഭിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും മന്ത്രി പറഞ്ഞു. പണ്ടൊക്കെ താഴെ ഇരുന്ന ഭക്ഷണം കഴിക്കുന്നത്, പണ്ടൊക്കെ ഇലയൊക്കെ ഇട്ട്. ഇപ്പൊ എവിടെയും ഇച്ചിരി ഭക്ഷണം കഴിക്കാൻ നിങ്ങളിപ്പോൾ യോഗ നടത്തുന്നല്ലാതെ ആളുകളോട് താഴെ ഇരുന്നൊന്ന് ഉണ്ണാമെന്ന് പറഞ്ഞാൽ കാപ്പി കുടിക്കാമെന്ന് പറഞ്ഞാൽ പറ്റുമോ? ശരീരം നല്ലതുപോലെ വഴങ്ങുകയും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തേക്കും ചലനം എത്തിക്കുകയും ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളിലേക്കും വായു ഓക്സിജൻ എത്തുകയും ചെയ്യുന്ന, ഓക്സിജൻ എത്തിയാൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിനകത്തെ പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിൻ്റെ രക്തധമനികളിൽ കൂടി നമ്മുടെ ശരീരത്തിൻ്റെ സെല്ലുകളിൽ കൂടി പോകുന്ന ഏറ്റവും ചീത്തയായ അംശങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിന് എല്ലായിടത്തും ഓക്സിജൻ എത്തുന്ന പ്രധാനമാണ്. അപ്പോൾ അതെല്ലാം അടങ്ങുന്ന ഒരു വലിയ പ്രക്രിയയാണ് യോഗ. ആ യോഗ കൃത്യമായി നടപ്പിലാക്കി മുന്നോട്ട് പോകണമെങ്കിൽ നിരന്തരമായ പ്രേരണ വേണം, ട്രെയിനിങ് വേണം. അതൊക്കെ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വാർഷിക ദിനത്തിൽ ചേതന യോഗ ഇങ്ങനൊരു അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ഇങ്ങനെയൊരു മെഗാ യോഗ പ്രദർശനം ഇവിടെ സംഘടിപ്പിക്കുന്നത്. യോഗാ സെൻറ്ററിന് വേണ്ടിയുള്ള സ്ഥലം കണ്ണൂരിലാണ്. സംസ്ഥാന അടിസ്ഥാനത്തിലുള്ളൊരു അക്കാഡമിക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. മട്ടന്നൂർ തില്ലങ്കേരിയിലാണ് ആ സ്ഥലം കണ്ടെത്തുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ സംസ്ഥാന അടിസ്ഥാനത്തിൽ യോഗ പ്രവർത്തനങ്ങൾക്ക് ഒരു കേന്ദ്രീകൃതമായ ഒരു അക്കാദമി എന്ന നിലയിലേക്ക് ആ സംവിധാനങ്ങൾ വരും. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. കണ്ണൂരിൽ ചേതന യോഗ അസോസിയേഷൻ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 1000-ലധികം പേർ പങ്കെടുത്ത മെഗാ യോഗാ പ്രദർശനവും നടന്നു. യോഗാ പ്രദർശനത്തിൽ മന്ത്രിയും യോഗാഭ്യാസ മുറകളുടെ ഭാഗമായി. താടാസനം, പർവ്വതം പോലെ മുകളിലേക്ക് ഉയരുന്ന ആസനം, വിശ്രമം, കടിചക്രാസന, സ്റ്റാർട്ട്. വലസൈഡിലേക്ക് തിരിയുക, ദെൻ ഇടത് സൈഡിലേക്ക് തിരിയുക, മെല്ലെ. കെ.വി. സുമേഷ് എം.എൽ.എ. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, സംഘാടക സമിതി ജനറൽ കൺവീനർ പി. രമേശ് ബാബു, ചേതന യോഗ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ കെ. രാജഗോപാൽ, മുൻ എം.പി. കെ. രാഗേഷ്, ജില്ലാ രക്ഷാധികാരി വത്സൻ പനോളി, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ. പവിത്രൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.